പലരും നമ്മളുടെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നൊരു ഡിസോർഡറുണ്ട്, അതാണ് സ്കിസോ അഫക്റ്റീവ് ഡിസോർഡർ. സ്കിസോ അഫക്റ്റീവ് ഡിസോർഡറിൽ സ്കിസോഫ്രീനിയയിൽ പോലെ തന്നെയുള്ള ഡെലൂഷൻസും ഹാലൂസിനേഷൻസും ഒക്കെ സിംറ്റംസ് ആയിട്ട് വരും. അതുപോലെ തന്നെ മേജർ മൂഡ് സിംറ്റംസും ഉണ്ടാവും, അതായത് മേനിയ അല്ലെങ്കിൽ ഡിപ്രഷൻ, ഇങ്ങനെയൊക്കെ. മൂഡ് സിംറ്റംസ് ഇല്ലാതെ വരുന്ന സമയത്തും ഇവിടെ സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ടാവും. ഇതാണ് സ്കിസോ അഫക്റ്റീവ് ഡിസോർഡറിനെ മറ്റ് സൈക്കോസിസ് ഉൾപ്പെടുന്ന മൂഡ് ഡിസോർഡേഴ്സിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബൈപോളാർ ഡിസോർഡർ വിത്ത് സൈക്കോസിസ് ഒക്കെ ആണെങ്കിൽ മൂഡ് സിംറ്റംസ് ഉള്ള ആ ഒരു ടൈമിൽ മാത്രമേ സൈക്കോസിസ് ഉണ്ടാവുള്ളൂ. സ്കിസോ അഫക്റ്റീവ് ഡിസോർഡറിനെ നമുക്ക് 2 ടൈപ്പായിട്ട് പറയാം. ബൈപോളാർ ടൈപ്പും ഉണ്ട്, ഡിപ്രസീവ് ടൈപ്പും ഉണ്ട്. ബൈപോളാർ ടൈപ്പിൽ മേനിയം വരുന്നുണ്ട്, ഡിപ്രസീവ് എപ്പിസോഡ്സും വരുന്നുണ്ട്. മേനിയയിൽ റാപ്പിഡ് സ്പീച്ച്, ഹൈ എനർജി, റിസ്കി ബിഹേവിയറൊക്കെ കൂടുതലായിട്ട് വരും. പിന്നെ ഡിപ്രസീവായിട്ടുള്ള സിംറ്റംസും വരുന്നുണ്ട്. ബൈപോളാർ ടൈപ്പിൽ ഇത് രണ്ടുമാണ് വരുന്നത്. ഡിപ്രസീവ് ആണെങ്കിൽ ഹോപ്പ്ലെസ്നെസ്, എനർജി ഇല്ലാണ്ടിരിക്കുക, ഇങ്ങനെയുള്ള സിംറ്റംസാണ് വരുന്നത്. സ്കിസോ അഫക്റ്റീവ് ഉള്ളവർക്ക് ഇന്ന് ഭയങ്കര എനർജി ആയിരിക്കും, അവർ ഇൻവിസിബിളായിട്ട് തോന്നും, സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടാവും. പക്ഷെ നാളെ എണീക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഫുൾ സാഡ്നെസ് അല്ലെങ്കിൽ എംപ്റ്റിനെസ് ആയിട്ട് മാറും. ഇതിൻ്റെ എല്ലാം പുറമെ ആരും കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കും, കാണാത്ത കാര്യങ്ങൾ കാണും, ആരും വിശ്വസിക്കാത്ത കാര്യങ്ങൾ വിശ്വസിക്കും. ഇങ്ങനെ സൈക്കോട്ടിക് സിംറ്റംസും മൂഡ് എപ്പിസോഡ്സും കൂടെ ഓൾട്ടർനേറ്റീവായിട്ട് വരുന്ന സമയത്ത് അവർ കൺഫ്യൂസ്ഡ് ആവും, എക്സ്ഹോസ്റ്റഡ് ആവും. ഇമോഷൻസും അതുപോലെ തന്നെ പെർസെപ്ഷൻസും അവരെ ഓവർവെൽം ചെയ്യുന്ന പോലെ അവർക്ക് തോന്നും. സ്കിസോ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ബ്രോക്കൺ മൈൻഡ് എന്നൊന്നുമല്ല, അവർ 2 സ്റ്റോംസിനെ ഒരേ ടൈമിൽ ഫേസ് ചെയ്യുകയാണ്. റൈറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർ സർവൈവ് ചെയ്യുന്നത് മാത്രമല്ല റിക്കവർ ചെയ്യുകയും ചെയ്യും.